ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ, തപസ്സുകാലം എന്നത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും കാലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുവിശേഷ ഭാഗത്ത് ഇപ്രകാരം കാണുന്ന ഒരു തർക്കമാണ്. യോഹന്നാന്റെ ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നിയമജ്ഞരും ഫരിസേയരും ഉപവസിക്കുകയും എന്നാൽ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അതിന് ഈശോ കൃത്യമായ ഒരു മറുപടി കൊടുക്കുന്നു. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവാളത്തോടൊത്ത് ഉപവാസത്തിന്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ അനുഷ്ഠിക്കുന്നവരാണ്. എന്നാൽ നിയമജ്ഞരെയും ഫരിസേയരെയും പോലെയാണോ നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും എന്നത് നാം ഒന്ന് വിശദീകരിച്ച് ചെയ്യണം. പലപ്പോഴും നമ്മുടെ ജീവിത പ്രവർത്തികൾ അതുപോലെ തന്നെയായിരിക്കും. എന്നാൽ ഈ തപസ് കാലത്ത് ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയുടെ നല്ലൊരു പ്രതിശിഷ്യരായി വളരുവാനും അങ്ങനെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നല്ല രീതിയിൽ തന്നെ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കണം. അവസാനം ഈശോയുടെ പീഡാസഹന മരണ ഉദാഹരണങ്ങളിൽ പങ്കാളിയാകുവാനും അതിന്റെ യോഗ്യത ഉൾക്കൊള്ളുവാനും കൃപയ്ക്കായി ഈ തപസ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.